G7 ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപ് ഫോണിൽ വിളിച്ചിട്ട് ചില സംഭാഷണങ്ങളൊക്കെ നടത്തിയെന്ന് കേട്ടു. അതിനൊടുവിൽ പറഞ്ഞു മോദി അമേരിക്ക സന്ദർശിക്കാൻ വരണമെന്ന് പറഞ്ഞു. മോദി എന്ത് മറുപടി പറയും? പറ്റില്ല എന്ന് പറഞ്ഞു. തിരക്കുണ്ട്. അമേരിക്കൻ പ്രസിഡൻ്റാണ് വിളിക്കുന്നത്. അതാണ് എനിക്ക് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാനം തോന്നിയ നിമിഷമാണ്. ഈ വാർത്ത കേട്ടിട്ട് എനിക്കൊരു അക്ഷരാർത്ഥത്തിൽ രോമാഞ്ചം ഉണ്ടായി. ലോക പോലീസുകാരൻ, ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ് വിളിക്കുന്നു. G7 കഴിഞ്ഞിട്ട് കാനഡയിൽ തിരിച്ചു പോകുമല്ലേ, ഒന്നിവിടെ കയറിയിട്ട് പോകുമോ, എൻ്റെ വീട് വരെ ഒന്ന് വന്നിട്ട് പോകുമോ എന്ന് വിളിക്കുന്നു. അപ്പോൾ പറയുന്നു, ഞാൻ ക്രൊയേഷ്യക്കൊക്കെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഉടനെ വരാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡൻറ്റിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറയുന്നത്, നിങ്ങളുടെ ക്ഷണം ഇപ്പോൾ സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, വരാൻ പറ്റില്ല, വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ. പച്ച മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്. അമേരിക്കൻ പ്രസിഡൻറ്റിനെ മോദി അല്ല വിളിച്ചത്, ട്രംപ് ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അപ്പോൾ ട്രംപ് G7 സമാപന സമ്മേളനത്തിൽ നിൽക്കാതെ പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോയി. അവിടെ വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ സൈനിക നേതൃത്വവും NSAയും ഒക്കെ ആയിട്ട് മീറ്റിംഗ് ആയിരുന്നു. ഇറാൻ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് തന്ത്രപ്രധാനമായ മീറ്റിംഗ്. അതിനൊന്നും പറഞ്ഞാണ് പോയത്. ഇന്നലെ വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ ട്രംപ് ഒരു സെൻറ്റൻസും പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യാൻ പോണെന്ന് എനിക്ക് മാത്രം അറിയാം, എനിക്ക് തോന്നും എന്താണ് ചെയ്യാൻ പോണെന്ന് എൻ്റെ സൗകര്യത്തിനാണ്, എനിക്ക് പോലും അറിയാൻ വയ്യ, ഞാൻ എന്തും ചെയ്യും എന്ന തരത്തിലൊരു സെൻറ്റൻസ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ട്രംപ് എന്തിനാണ് ഇന്നലെ മോദിയെ വിളിച്ചത്? അതിനൊരു കാരണം കൂടിയുണ്ട്. അതിന് മോദിയെ വിളിക്കുന്നതിന് മുമ്പ് ട്രംപ് ഒരു കാര്യം ചെയ്തു. അസീം മുനീറിന്, പാകിസ്ഥാൻ്റെ സൈനിക മേധാവിക്ക് ഉച്ചഭക്ഷണം കൊടുത്തു, ലഞ്ച് കൊടുത്തു, അല്ലേ? അസാധാരണ നടപടിയാണ്, ഇതിനു മുമ്പ് നടന്നിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഒരു സൈനിക മേധാവിക്ക് അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപ് വിരുന്ന് കൊടുക്കുക എന്നുള്ളത് അത്ര സ്വാഭാവികമല്ല, സാധാരണമല്ല. അത് ഇന്ത്യക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പാച്ചപ്പ് ചെയ്യേണ്ട ഡിപ്ലോമസി, ആ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടാണ് മോദിയെ ഡയറക്റ്റായിട്ട് ട്രംപ് വിളിക്കുന്നത്. ട്രംപ് വിളിച്ച് 35 മിനിറ്റ് സംസാരിച്ചു. പക്ഷേ ഈ 35 മിനിറ്റും നമ്മുടെ രാജ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിനോട് അനുകൂലമായ നിലപാടല്ല മോദി എടുത്തത്. മൈ ഫ്രണ്ട് എന്നൊക്കെ പറയാറുള്ള ട്രംപിനോട് തൻ്റെ നീരസം പരസ്യമായി പ്രകടിപ്പിച്ചു. ദൂതൻ വഴിയല്ല, നേരിട്ട് ഓവർ ടെലഫോൺ സംസാരത്തിൽ പറഞ്ഞു. സംസാരം തുടങ്ങിയപ്പോഴേ മോദി ട്രംപിനോട് ആദ്യം പറഞ്ഞത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായ ഒരു ടെൻഷനുണ്ടായി, ഈ വെടിനിർത്തൽ വേണം എന്ന് പറഞ്ഞ് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് നിങ്ങൾ എന്നെയോ വിളിച്ചിട്ടില്ല. മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾ പലയിടത്തും പറയുന്നുണ്ട് നിങ്ങൾ ഇന്ത്യയോടും പാകിസ്ഥാനോടും ആവശ്യപ്പെട്ടു വെടിനിർത്തൽ ഉണ്ടാക്കണമെന്ന്. മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് ഈയിടെ അടുത്ത കാലത്ത് സംസാരിച്ചിട്ടുള്ള ഒറ്റ തവണയാണ്. അതെപ്പോഴാണെന്നറിയാമോ? പഹൽഗാം കൂട്ടക്കൊല നടന്നില്ലേ, അന്നാണ് നമ്മൾ തമ്മിൽ സംസാരിച്ചത്. അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷം നിങ്ങൾ എന്നെ വിളിച്ച് വെടിനിർത്തൽ വേണമെന്ന് നിങ്ങൾ എന്നോട് സംസാരിച്ചിട്ടില്ല. ട്രംപിൻ്റെ മുഖമടച്ചടിയാണ്. ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെമ്പാടും നടന്ന് ഞാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ടെൻഷൻ തീർത്തു, ഞാൻ രണ്ടുപേരെയും വിളിച്ചിട്ട് വെടിനിർത്തൽ എന്ന് പറഞ്ഞു എന്നൊക്കെ വാചകമടിച്ച് നടക്കുമ്പോൾ ട്രംപിനെ കയ്യിൽ കിട്ടിയ സമയത്ത്, ടെലിഫോണിലാണ് കിട്ടിയത്, ഇങ്ങോട്ടാണ് വിളിച്ചത്. മോദി പറഞ്ഞു, നിങ്ങൾ എന്തനാവശ്യമാണ് പറയുന്നത്? എൻ്റെ വ്യാഖ്യാനങ്ങളല്ലേ, നിങ്ങൾ എന്തനാവശ്യമാണ് പറയുന്നത്? നിങ്ങൾ എന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ, അതിന് പകരം നിങ്ങൾ എന്താ വ്യാപാര കരാറിൽ ചില ഇളവ് തരാമെന്ന് പറഞ്ഞോ? എന്നോട് നിങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല. നമ്മൾ തമ്മിൽ ആകെ സംസാരിച്ചിട്ടുള്ളത് പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് മാത്രമാണ് എന്ന് പറഞ്ഞാൽ കള്ളം പറയരുത് മനുഷ്യ എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. 2, ഇനി ഇന്ത്യ വിളിച്ചു വെടിനിർത്തൽ ആവശ്യപ്പെട്ട്, ട്രംപല്ല വിളിച്ചത്, പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ 1 മണിക്കും 3 മണിക്കും വിളിച്ചു. 1 മണിക്ക് എടുത്തപ്പോൾ എൻ്റെ പിള്ളേർ ഫോൺ പോലും എടുത്തില്ല അയാളുടെ. പിന്നെ വീണ്ടും 3 മണിക്ക് വിളിച്ചപ്പോൾ നമ്മളെടുത്തു. അപ്പോൾ അവർ ബഗ് ചെയ്തു, യാചിച്ചു വെടിനിർത്തൽ. ഞങ്ങൾ സമ്മതിച്ചു. അതല്ലേ സംഭവിച്ചത് മിസ്റ്റർ പ്രസിഡന്റ് എന്ന് മോദി ചോദിച്ചു. മൂന്നാമത്തത്, ഇനി വെടിനിർത്തലൊക്കെ ഉണ്ട്, ശരിയാണ്, പക്ഷേ ഇനി ഈ പ്രോക്സി വാർ നടക്കത്തില്ല. ഈ പ്രോക്സി വാറിനെതിരെ ലോകത്തെമ്പാടും നിലപാടെടുക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഹൂത്തികൾ ഇറാൻ്റെ പ്രോക്സി, ഹിസ്ബുള്ള ഇറാൻ്റെ പ്രോക്സി,
ഹമാസും ഏതാണ്ട് ഇറാൻ്റെ പ്രോക്സിയെ പോലെ പെരുമാറുന്നു. ഈ പ്രോക്സികൾ അടിച്ചാൽ പ്രോക്സിയുടെ അപ്പനെ അടിക്കും എന്ന് പറഞ്ഞ ട്രംപാണ് അല്ലേ? ഹൂതികൾ ഇനി ആക്രമിച്ചാൽ ഹൂതികളെയല്ല ആരെ അടിക്കും? ഇറാനെ അടിക്കുമെന്ന് പരസ്യമായി പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ പ്രോക്സിയായിട്ട് ലഷ്കർ ഇ തോയ്ബയോ മുജാഹിദിനോ ഇന്ത്യൻ മുജാഹിദിനോ അങ്ങനെ ഏത് സംഘടന അല്ല റെസിസ്റ്റൻസ് ഫോഴ്സോ LTTയുടെ പുതിയ രൂപമല്ല, ഇവരാരെങ്കിലും ഞങ്ങളെ അടിച്ചാൽ ഞങ്ങളിനി പ്രോക്സി അല്ല, അവൻ്റെ അപ്പനിട്ടടിക്കും. ആർക്കിട്ട്? പാകിസ്ഥാനിട്ട്. അതാണ് ഞങ്ങളുടെ നടപടി. ഇനി ഇന്ത്യക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാക്കിയാൽ ട്രംപേ, മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞങ്ങളും പറയും. എന്ത്? പ്രോക്സിയല്ല, പ്രോക്സിയെ പറഞ്ഞു വിടുന്നവനെ അടിക്കും, അത് വാറായിട്ട് കൂട്ടും എന്നതാണ് ഇന്ത്യയുടെ നയം എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയിട്ടൊന്നുമില്ല പ്രസിഡന്റ്, ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഹോൾഡിലാണ്, നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി പിന്നീട് പറഞ്ഞു ഇന്ത്യക്ക് കാശ്മീർ പ്രശ്നത്തിൽ മൂന്നാം കക്ഷി ചർച്ചയില്ല. ഇതുവരെയുള്ള നിലപാട് അങ്ങനെയാണ്, ഞാൻ വേണേൽ ഇത് പരിഹരിക്കാം എന്ന് പറഞ്ഞ് മിസ്റ്റർ പ്രസിഡന്റ് നിങ്ങൾ വരരുത്. ഇത് ഇന്ത്യയുടെ ഒഫീഷ്യൽ നിലപാടാണ്. നിങ്ങളത് പറഞ്ഞു വരരുത്. ഒരു മൂന്നാം കക്ഷിയും ഒരിക്കലും സ്വീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ട്രംപ് വീണ്ടും വീണ്ടും മൂന്നാം കക്ഷി ഞാൻ പരിഹരിക്കാം, എനിക്കൊരു നോബൽ സമ്മാനം കിട്ടാൻ അത് വഴിയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാടുണ്ടോ, അതിനെ പുറംകാലിന് ചവിട്ടി തെറിപ്പിച്ചു. നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരമേരിക്കൻ പ്രസിഡന്റിനോട് ഇത്ര ടഫായിട്ട് സംസാരിച്ചിട്ടൊരു പ്രധാനമന്ത്രി വേറെയില്ല. 1971 യുദ്ധകാലത്ത് അമേരിക്കയുടെ സഹായം തേടി അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ നിങ്ങൾ പറയുന്ന യുദ്ധം ജയിച്ച ധീര വനിത ഇന്ദിരാഗാന്ധി വൈറ്റ് ഹൗസിൽ പോയി. 3 മണിക്കൂർ കാത്തിരുന്നു. 3 മണിക്കൂർ കാണാൻ പറ്റിയില്ല. തിരിച്ചു വന്നു. യുദ്ധം തുടങ്ങി നമ്മൾ ജയിക്കുമെന്നായപ്പോൾ എന്താ പറ്റിയത്? അമേരിക്ക സഹായിച്ചു. എങ്ങനെയാണെന്നറിയോ? 7ാം കപ്പൽ പടയെ ഇങ്ങോട്ട് വിട്ടു പാകിസ്ഥാനെ സഹായിക്കാൻ. അങ്ങനൊരു അമേരിക്ക ഉണ്ടായിരുന്നു, കാണാൻ കൂട്ടാക്കാത്ത അമേരിക്ക. ഇപ്പോഴത്തെ അമേരിക്കയോ? ട്രംപ് വന്നിട്ട് മോദിയെ ക്ഷണിക്കുന്നു. ഇപ്പോൾ മുനീറിനെ ഒന്ന് തടവിയതിൻ്റെ ക്ഷീണം മാറ്റി മോദിയെ കൂടി ഒന്ന് സൂചിപ്പിക്കാൻ മോദി വന്നാൽ ആലോചിച്ച് നോക്കൂ. മുനീറിന് ഉച്ചഭക്ഷണം കൊടുത്തുള്ളൂ. മോദി അവിടെ ചെന്നിരുന്നെങ്കിൽ അതിരാജകീയമായ സ്വീകരണം കൊടുത്ത് ട്രംപ് സ്വീകരിക്കുമായിരുന്നു. വമ്പിച്ച പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമായിരുന്നു. ബാലൻസിങ്ങിൻ്റെ പരിപാടി വേണ്ട എന്ന് അസന്നിഗ്ധമായി നരേന്ദ്രമോദി എന്നുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു. ഓരോ ഇന്ത്യക്കാരൻ്റെയും ശിരസ് അഭിമാനം കൊണ്ട് ഉയർന്നു നിൽക്കുന്ന നിമിഷമാണ് അല്ലേ? നമ്മൾ നോക്കൂ, നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് വേറെ പണിയുണ്ട്, നിങ്ങൾ വേണേൽ ഇങ്ങോട്ട് വാ, പിന്നെപ്പോഴേലും ആലോചിക്കാം എന്നൊക്കെ പറയുന്ന കടുത്ത നിലപാട് വേണേൽ പപ്പുമോനും ടീമും പറയുമായിരിക്കും. അസീം മുനീർ അവിടെ പോയല്ലോ, വിളിച്ചുടനെ മോദി പോകേണ്ടതായിരുന്നു. പാകിസ്ഥാൻ സൈന്യാധിപനെ അയാൾ ചില കുത്തിത്തിരിപ്പൊക്കെ പറഞ്ഞ് അതിനെ മറികടക്കാനുള്ള വേറെ തന്ത്രങ്ങൾ മോദി പോയി അവിടെ ചെല്ലേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഇറങ്ങുമായിരിക്കും. പക്ഷേ അതൊക്കെ പോടാവില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ വേണം ഇന്ത്യക്കൊരു പ്രധാനമന്ത്രി. ഇന്ത്യക്കാരൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ അമേരിക്ക എടുത്താലും കൂസാതെ നിൽക്കുമെന്ന് നരേന്ദ്രമോദി പറയുന്നതിലൂടെ ഈ രാജ്യത്തെ 148 കോടി ജനങ്ങളുടെ ആത്മാഭിമാനം ഹിമാലയത്തെക്കാളും വലുതായി നിൽക്കുകയാണ്. റിസൾട്ട് ഉണ്ടായല്ലോ. ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നല്ലോ. അല്ല, ഞാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ഞാൻ പാകിസ്ഥാനോടാണ് സംസാരിച്ചത് എന്ന് ട്രംപ് ഇന്നലെ തിരുത്തി പറഞ്ഞില്ലേ? നമ്മൾ ഇന്നലെ കണ്ടല്ലോ വാർത്ത. അതെ. എന്തുകൊണ്ടാണ് ഇന്നലെ രാവിലെ വരെ ട്രംപിൻ്റെ നിലപാട് ഇന്ത്യയോടും പാകിസ്ഥാനോടും ഞാൻ പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തി എന്ന് പറയുന്ന ട്രംപ് ഇന്നലെ വൈകുന്നേരമായപ്പോൾ ഞാൻ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടത് പാകിസ്ഥാനോടും മാത്രമാണ് എന്ന് നിലപാട് മാറ്റിയത് എങ്ങനെയാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൊണ്ടാണ്. ഇത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇത് ആ തരത്തിൽ മനസ്സിലാക്കാത്തതിൻ്റെയല്ല, അങ്ങനെ മോദിക്കൊരു മൈലേജ് വേണ്ട എന്ന് കേരളത്തിലെ മാധ്യമം. എനിക്ക് മനോരമയുടെ ഇന്നത്തെ 1-ാം പേജിലെ വാർത്ത വായിച്ചിട്ട് എനിക്ക് സ്വയം അങ്ങ് ചത്ത് കളയാൻ തോന്നി. അല്ല, ഇത് നമ്മളൊക്കെ പത്രപ്രവർത്തനമല്ല നടത്തുന്നത്.
ഇതാണ് സംഭവിച്ചത്. മനോരമ എന്താണ് ആവണക്കണ്ണെ കടവറങ്ങി എന്ന് പറയുന്ന പോലൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡെലിബറേഷൻസ്, ഈ ചർച്ചകളുടെ, ഇവർ തമ്മിൽ നടത്തിയ സംഭാഷണത്തിൻ്റെ മുഴുവൻ സ്പിരിറ്റും ചോർത്തിക്കളഞ്ഞ് ഒരു നനഞ്ഞ വാർത്ത. ശരിക്കും മനോരമയുടെ മുതലാളിയുടെ ഉൾപ്പെടെ ശിരസ് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന നിലപാടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എടുത്തത്. നമുക്ക് നരേന്ദ്രമോദിയെപ്പോലെ ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയത് ഈ രാജ്യത്തിൻ്റെ മഹാഭാഗ്യമാണ് എന്ന് അഭിമാനത്തോടെ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ട അഭിമാന മുഹൂർത്തമാണ് ഇന്നലെ നടന്നത്. അതിനെ ആ അർത്ഥത്തിൽ മലയാളത്തിലെ മാധ്യമങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാത്തതിന് കാരണം അവരുടെ മോദി വിരോധം, BJP വിരോധം കൊണ്ട് മാത്രമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.